മാംസച്ചരട് കെട്ടി ബന്ധിച്ച് അവരുടെ അസ്ഥി മണ്ണോട് ചേരാൻ നൂറ്റാണ്ടുകൾ ഇനിയും പിറക്കേണ്ടതുണ്ട് താരിക. അവൾ പുനർജനിക്കും. കാലമിത്രമായ സാക്ഷാൽ കലികാല നീലിയായി കള്ളിയങ്കാട് വാഴുന്ന ജഗദംബയായി കനകതയുടെ തൂലികയിൽ അവൾ വീണ്ടും പുനർജനിക്കുന്നു. അപ്പോ ഈ നീലിക്ക് ദൈവത്തെ വിശ്വാസമായിരുന്നോ ചെറിയമ്മേ? ഓർമ്മ വെച്ച കാലം മുതല് അവള് നിരന്തരം കേട്ടിരുന്നത് മഹാദേവന്റെ കഥകളായിരുന്നു. എന്നാൽ അവൾ ഏറെ ആകൃഷ്ടയായത് ശിവപാർവതി പ്രണയകാണ്ഡത്തിലും. അങ്ങനെ മഹാദേവനെ പോലെ പ്രണയത്തെ അമൃതായി കാണാൻ കഴിയുന്ന ഒരു ഹൃദയത്തിനു വേണ്ടി അന്നു മുതൽ അവള് കാത്തിരിപ്പ് ആരംഭിച്ചു. രാവും പകലും ഒരു ചോദ്യചിഹ്നത്തോടെ അവളെ തഴുകി മറന്നു. പല മുഖങ്ങളും അവൾക്ക് മുന്നിലൂടെ കടന്നുപോയി. ഒടുവിൽ അവൾ ആ പ്രണയത്തെ കണ്ടെത്തിയത് അവിടെ നിന്നുമായിരുന്നു. ശ്രീകോവിലിനുള്ളിൽ മഹാദേവനായി പൂജ സമർപ്പിക്കുന്ന നമ്പിയിൽ നിന്നും. ആ പ്രണയം വളരെയധികം കാലം നീണ്ടുനിന്നു. അല്ലിയുടെ പ്രണയമറിഞ്ഞ കാർവേണി എന്തെന്നില്ലാത്ത ഒരു മനക്ലേശത്തോടെയാണെങ്കിലും അല്ലിയെ നമ്പിക്ക് കൈപിടിച്ചു നൽകി. പക്ഷേ പിന്നീടാണ് കാർവേണി മഹാദേവൻ അവൾക്കായി നൽകിയ ആ സൂചന എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കിയത്. നമ്പി ഏക സ്ത്രീ പുരുഷനായിരുന്നില്ല. കാരണം അവന്റെ ലക്ഷ്യം എന്നും സ്വർണവും പണവും മാത്രമാണ്. അതിനായി അവൻ ബലി നൽകിയ സ്ത്രീജന്മങ്ങളിൽ കാർവേണിയുടെ സഹോദരീപുത്രിയും ഉണ്ടായിരുന്നു. സൗമ്യയായ സ്ത്രീരൂപത്തിൽ നിന്നും നീലി എന്ന രക്ഷസിലേക്കുള്ള യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുക. കള്ളിയങ്കാട്ട് നീലിയെ തളച്ച കഥയെക്കുറിച്ച് അറിയാം. പണ്ട് കള്ളിയങ്കാട്ട് എന്ന സ്ഥലത്ത് നീലി എന്നൊരു ഭീകരയായ യക്ഷി ഉണ്ടായിരുന്നു. അവൾക്ക് വലിയ ശക്തികളും ഉണ്ടായിരുന്നു. ആ വഴി പോകുന്നവരെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ രാത്രിയിൽ പറ്റിച്ച് ഉന്മൂലനം ചെയ്ത് അവരുടെ ചോര കുടിക്കുകയായിരുന്നു അവളുടെ പ്രധാന ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ വഴി പോകാൻ പേടിയായിരുന്നു. ഇതൊരു വലിയ പ്രശ്നമായപ്പോൾ വിലോമംഗലം സ്വാമിയാർ എന്ന വലിയൊരു സന്യാസി ആ നാട്ടിലെത്തി. ഒരു ദിവസം രാത്രിയിൽ സ്വാമിയാർ ആ വഴി നടന്നു പോയപ്പോൾ നീലി ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. സ്വാമിയാരെ പല തരത്തിൽ ആകർഷിക്കാൻ അവൾ ശ്രമിച്ചു. എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതേ, എനിക്ക് പേടിയാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ കൂടെ കൂടി. പക്ഷേ നീലി ഒരു യക്ഷിയാണ് സ്വാമിയാർക്ക് മനസ്സിലായി. സ്വാമിയാർ ഒരു മാന്ത്രിക ചരടെടുത്ത് നീലിയുടെ കയ്യിൽ കെട്ടി. അവൾക്ക് തന്റെ യഥാർത്ഥ രൂപം കാട്ടേണ്ടി വന്നു. അവൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. സ്വാമിയാർ ഉടനെ തന്നെ നീലിയെ അടുത്തുള്ള ഒരു പനമരത്തിലേക്ക് ആവാഹിച്ചു. എന്നിട്ട് ആ മരത്തിനു ചുറ്റും അദ്ദേഹം പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി ഒരു അതിര് കെട്ടി. അങ്ങനെ ഭീകരയായിരുന്ന കള്ളിയങ്കാട്ട് നീലിയെ സ്വാമിയാർ ആ പനമരത്തിൽ തളച്ചു. പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്നത് ഒരു കാട്ടിലൂടെ ആയിരുന്നു. ഒരിക്കൽ അവിടെ ഒരു യക്ഷി വന്നുകൂടി. സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അതിലെ യാത്ര ചെയ്യുന്നവരെ സമീപിച്ച് രക്തം കുടിച്ച് കൊന്നുകളയുമായിരുന്നു. യക്ഷിയുടെ ശല്യത്താൽ വലഞ്ഞ നാട്ടുകാർ പല മന്ത്രവാദികളെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഒടുവിൽ കിണമറ്റത്ത് ചെന്ന് കത്തനാരോട് സഹായം തേടി. അങ്ങനെ കത്തനാർ വനത്തിലെത്തി. പതിവ് വേഷത്തിൽ യക്ഷി അദ്ദേഹത്തിന്റെ അടുക്കലെത്തി ഒരൽപ്പം ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിച്ചു. കത്തനാർ കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഇരുമ്പാണിയിൽ വെച്ച് കൊടുക്കുകയും യക്ഷിയുടെ ശക്തി നശിച്ച് ആണി അവളുടെ നെറ്റിയിൽ തറയ്ക്കുകയും ചെയ്തു. കത്തനാർ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഒരു ദാസിയെ പോലെ യക്ഷിയും പിന്നാലെ നടന്നു. അങ്ങനെ അവർ കായംകുളത്തുള്ള അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിലെത്തി. അവിടെ ഒരു വൃദ്ധ തനിച്ചായിരുന്നു താമസം. വൃദ്ധയുടെ ആവശ്യപ്രകാരം ഒരു സഹായിയായി അവളെ അവിടെ നിൽക്കാൻ അദ്ദേഹം അനുവദിച്ചു. ക്ഷീണിതയായ അവളുടെ തലമുടി ചീകുന്നതിനിടയിൽ കത്തനാർ തറച്ച ആണി വൃദ്ധ കാണുകയും അവർ അത് വലിച്ചൂരുകയും ചെയ്തു. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി. അന്വേഷിച്ചിറങ്ങിയ കത്തനാർ മാന്നാർ ഭാഗത്ത് വെച്ച് യക്ഷി ഒരു തോണിയിൽ കയറി പനയനാർക്കാവ് കടവിലെത്തിയത് കണ്ടു. മന്ത്രശക്തി കൊണ്ട് യക്ഷിയുടെ യാത്ര മുടക്കിയ കത്തനാർ ഒരു വാഴയിലയിൽ കയറി കടവിലെത്തുകയും ജനങ്ങളെ ഉപദ്രവിക്കില്ല എങ്കിൽ മാത്രം വിട്ടയക്കാമെന്ന് പറയുകയും ചെയ്തു. യക്ഷി അത് സമ്മതിച്ച് അവിടെ താമസമായി. ഇന്നും പരുമല പനയനാർക്കാവ് ക്ഷേത്രത്തിൽ ദൈവസങ്കല്പമായി ഈ യക്ഷിയെ കുടിയിരുത്തിയിട്ടുണ്ട്.